വളരെ വലിയ ചതികൾ ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായ കുഴികളാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവിടങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾക്ക് ബോധം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിൽ നിന്നാണ് അവർ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മതം എന്ന് നിങ്ങൾ പറയുന്നതൊക്കെ പ്രാരംഭമാണ്. മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്ന് പറയുന്നത്, അതൊക്കെ പഴഞ്ചൻ കെട്ടുകഥകളാണ്, വലിച്ചെറിയുന്നത്. മനുഷ്യർ സർവതന്ത്ര സ്വതന്ത്രരായിട്ട് ജീവിക്കണം. ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യമാണ് പ്രധാനം, ഫ്രീഡമാണ് പ്രധാനം. ലിബർട്ടിയിൽ നിന്നാണ് ലിബറലിസം ഉണ്ടാക്കുന്നത്. ലിബറലിസത്തിന്റെ കാലമാണ്, ലിബറൽ ചിന്താഗതിയാണ്. ലിബറലിസ്റ്റ് ആവുക എന്നതും ലിബറൽ ചിന്താഗതി വെച്ച് പുലർത്തുക എന്നതും അതാണ് പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട്, സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് നിങ്ങൾ പറഞ്ഞാൽ അത് പഴഞ്ചനായിത്തീരുന്ന ഒരു കാലമാണ്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ബസ്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ബസ്സിൽ ധാരാളം വിദ്യാർത്ഥികൾ കയറും. മുതിർന്ന കുട്ടികൾ, 10ാം ക്ലാസ്സും +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒന്നിച്ചിരിക്കുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ചിലപ്പോഴൊക്കെ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികളിലേക്ക്. ഇദ്ദേഹം ഒരു ദീപബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു കുട്ടിയോട് 2 കുട്ടികളെ ചെയ്തപ്പോൾ, മക്കളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടികൾ ചോദിച്ചു പോലും, കാക്ക നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഒരാൺകുട്ടിയുടെ മടിയിൽ, ഒരു മുതിർന്ന ആൺകുട്ടിയുടെ മടിയിൽ ഒരു അന്യ പെൺകുട്ടി ഇരുന്നിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മക്കളെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ച പിതാവിനോ ആ കാരണവനോട്, അല്ലെങ്കിൽ ആ കാരണവനെന്ന് അവർ പറയുന്ന ആ സഹോദരനോട് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടപ്പുറത്തുള്ള വേറൊരു സഹോദരൻ ഇയാളോട് പറഞ്ഞു, അത്രേ കൂടുതൽ ഇനി സംസാരിക്കേണ്ട, പോക്സോ കേസ് വരും. പോക്സോ കേസ് എന്നറിയില്ലേ? ബാലപീഡനത്തിന്റെ കേസ്. കുട്ടികളോട് മിണ്ടുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു കൂട്ടായ ഒരു ചർച്ചയിൽ ഒരാൾ അനുഭവം പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയാണ്. എന്താണ് നമ്മുടെ മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ സംഗതികളൊക്കെ കുറിച്ചൊക്കെ അതൊക്കെ പഴഞ്ചനും പ്രാകൃതവുമാണ് എന്ന് നമ്മുടെ കുട്ടികൾ അതിനെതിര് പറഞ്ഞാൽ നിങ്ങൾ ഏത് കാലത്ത് ജീവിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവരെ ഇങ്ങനെ ആക്കിയത് ആരാണ്? എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ചിന്താഗതികൾ ഇങ്ങനെ മാറിയത്? എന്ന് മാത്രം മാന്യവും മര്യാദയുമായി ജീവിച്ചിരുന്ന പെൺകുട്ടികൾ, അതുപോലെ തന്നെ എത്ര അന്തസ്സോടെ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മക്കൾ, നമ്മൾ ആറ്റ് നോറ്റ് പോറ്റി മടിയിലിട്ട് വളർത്തി വലുതാക്കിയ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പരമാവധി നമ്മുടെ കൺട്രോളിൽ പിടിച്ചു നിർത്തി വിട്ട നമ്മുടെ കുട്ടികൾ ഒന്നുമല്ലാതായി പോകുന്ന ഈ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിന് വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങൾ, ഒന്നുമല്ലാതാക്കി തീർക്കുക എന്ന് പറയുന്ന, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ, ഒരു അജണ്ടയുടെ ഭാഗമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവിടെയുണ്ട്. അവരാരാണെന്നറിയോ? അവർ മനുഷ്യരെ മൃഗമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. പണ്ട് കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കോളേജിലേക്ക് ചെല്ലുമ്പോൾ, സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടങ്ങളിലൊക്കെ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ, വിദ്യാരംഭത്തിന്റെ തുടക്കത്തിൽ അവിടെ നമ്മുടെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളും ബാനറുകളും ഒക്കെ കാണും. നല്ല നല്ല വാക്കുകൾ, പ്രചോദനാത്മകമായ വാക്കുകളും വാചകങ്ങളും ഒക്കെ എഴുതി വിദ്യാർത്ഥി സംഘടനകൾ നമ്മളെ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കും. ഇപ്പൊ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുമ്പോ നവാതിഥികൾക്ക്, നവാഗതർക്ക് സ്വാഗതം പതിക്കൊണ്ടുള്ള ബോർഡുകൾ എന്താണെന്നറിയോ? ഉടുതുണിയില്ലാതെ സ്ത്രീയും പുരുഷനും കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന, അല്ലെങ്കിൽ ആ വൃത്തികെട്ട രൂപത്തിൽ അത് കിടക്കുന്നതിന്റെ ഇടയിൽ എഴുതി വെച്ചിട്ട് സ്വാഗതം, തുറിച്ചു നോക്കണ്ട, ഇങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടായത്, ഇതാണ് സ്വാതന്ത്ര്യം എന്ന് എഴുതി വെച്ചുകൊണ്ട് താഴെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് എഴുതി വെച്ചുകൊണ്ട് ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന, അങ്ങനെ എഴുതി വെക്കുന്ന, അവര് സ്വാഗതം ചെയ്യുന്ന, അവര് കലാലയങ്ങളെ നിയന്ത്രിക്കുന്ന, ക്യാമ്പസുകളെ നിയന്ത്രിക്കുന്ന, അവരടക്കി ഭരിക്കുന്ന, അവര് ഭരിക്കുന്ന, അവര് റാഗ് ചെയ്യുന്ന, അവര് തോന്നിയാസം കാണിക്കുന്ന, അവര് കള്ളുകുടിപ്പിക്കുന്ന, അവര് കഞ്ചാവ് വലിപ്പിക്കുന്ന, അവര് മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കുന്ന സകലമാന വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയും സകലമാന വൃത്തികേടുകളിലും നമ്മുടെ മക്കൾ അഭിരമിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന, ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, വടക്കാക്കി ആർക്കും പറ്റാത്ത, പിന്നെ അത് ഞങ്ങളുടേതായി തീരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പട്ടികൾ ഇടചേർന്നിരിക്കുന്ന ചിത്രം വരച്ചു വെച്ചു, നായും പട്ടിയും. എന്നിട്ട് നമ്മളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ആർക്കും അറിയാത്തൊരു പ്രായപൂർത്തിയായ ഏതൊരു കുഞ്ഞിനും അറിയാം എങ്ങനെയാണ് ഇവിടെ എന്താ പറയാ പ്രചരണം നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ മനുഷ്യരുടെ ജന്തുക്കളുടെ ജീവജാലങ്ങളല്ല, എങ്ങനെയാണ് അതിന്റെ തലമുറകളുടെ പ്രത്യുൽപാദനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്നിട്ടോ വൃത്തികേട്
വൃത്തികേടുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ നമ്മൾ പുതിയ വാക്കുകളൊന്നും അല്ല. നിങ്ങൾക്കറിയോ LGBTQ ഉണ്ടോ? നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ പലരും കേട്ടിട്ടില്ല. LGBTQ തീർന്നില്ല, പിന്നെയും അക്ഷരങ്ങൾ നീണ്ടു കിടക്കുക. എന്താണെന്നറിയോ? പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുകയും പെണ്ണ് പെണ്ണിനോടൊത്ത് ജീവിക്കുകയും ചെയ്യുക, ആണാണിനെ പ്രേമിക്കുകയും ആണാണിനോടൊത്ത് ജീവിക്കുകയും ചെയ്യുക. അതാണ് L എന്ന് പറഞ്ഞാൽ. അതാണ് G എന്ന് പറയുന്നത്. അവിടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ B ഉണ്ട്. അതെന്താണെന്നോ? പെണ്ണിനൊപ്പവും ജീവിക്കുക, ആണിനൊപ്പവും ജീവിക്കുക, ആണിനൊപ്പവും ജീവിക്കുക, പെണ്ണിനൊപ്പവും ജീവിക്കുക. പിന്നെ ഈ മുന്നോട്ട് പോയാൽ കാണുന്ന വേറെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് പരിഷ്കരിച്ച കാലം. ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാകാമെന്ന്, ഇതൊന്നും ചോദിക്കാൻ പാടില്ലെന്ന്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ അത് കുറ്റമാണെന്നും നമ്മൾ പിന്തിരിപ്പന്മാരാണെന്നും മുദ്ര കുത്തപ്പെട്ടിട്ട് നമ്മൾ അവഹേളിതരാകുന്ന, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞതാണ്, ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ ഇതിനപ്പുറത്തുണ്ട്. കുറച്ച് കഞ്ചാവ് വലിച്ചാലും കുഴപ്പമില്ല. കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിലുണ്ടാകുന്ന നല്ല ഒന്നാന്തരം ഒരു ചെടിയാണ്. അത് നമ്മൾ ചുരുട്ടിയിട്ട് അത് കത്തിച്ചിട്ട് ഇത് പുകയെടുത്ത എന്താണെന്ന് കുഴപ്പമൊന്നും. അപ്പൊ നമുക്ക് ഒരു പ്രത്യേകമായ ലോകത്തോടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു. മയക്കുമരുന്ന് കുറച്ച് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലാന്ന്, മദ്യം എന്തായാലും കുഴപ്പമില്ല. ചാണ് മുക്കിലും മദ്യഷാപ്പുകൾ തുറന്നു വെച്ചിട്ട് ആളുകൾ ആദ്യത്തിൽ ആ മദ്യത്തിലേക്കും ആ എന്താ പറയുക ലഹരിയിലേക്കും ആകർഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് രാജ്യം ഭരിക്കുക എന്ന വ്യാജേന സ്വന്തം പോക്കറ്റുകളും സ്വന്തം കുടുംബങ്ങളുടെ തലമുറകളുടെ സാമ്പത്തിക ആസ്തിയും വർദ്ധിപ്പിക്കുന്ന ഭരണകൂടങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ എന്താ പിന്നെ എന്തിനാ പറയേണ്ടത്? അതല്ലേ എന്താണ് നമ്മുടെ രാജ്യത്തെ സർക്കാരിന്റെ പ്രധാന വരുമാനം? സർക്കാരുകളുടെ പ്രധാന വരുമാനം എന്താ? പ്രധാന വരുമാനം മദ്യമാണ്. മദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യനെ ഭ്രാന്താക്കിയിട്ട് കള്ളു കുടിപ്പിച്ചിട്ട് മദ്യപിച്ചിട്ട് ലഹരി കടിപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പിന്നെ ഒരു വരുമാനം ലോട്ടറി, വൃത്തികേടുകളിലൂടെ പണം സമ്പാദിക്കാം, എന്നിട്ട് അത് അടിച്ചു പൊടിച്ച് ദൂർത്തടിച്ച് ജീവിക്കുക, അതിന് അഴിമതിയും കൃത്രിമം കാണിക്കുക, തലമുറകൾക്ക് വേണ്ടി അത് സമ്പാദിച്ചു വെക്കുക, എന്നിട്ട് വലിയ പുറപ്പുറത്തുകാരെ പ്രസംഗിക്കുക. അതാണ് ഭരണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവർ ഭരിക്കുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ, അവരുടെ ആളുകൾ, അവരാണ് നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ, യുവതലമുറയെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇവർക്ക് ചൂട് പിടിക്കാൻ വേണ്ടി കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അവര് മതത്തെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. അവരാണ് നമ്മുടെ കുടുംബ ക്യാമ്പയിൻ നടത്തിയപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ കുടുംബം പൊളിക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ നിന്നാണ് മനുഷ്യൻ, കുടുംബം ഒരു കോട്ട പോലെ നിന്നിട്ട് അവിടങ്ങളിലാണ് മനുഷ്യൻ അവരുടെ ധർമ്മവും മൂല്യബോധങ്ങളും ഒക്കെ നിലനിന്നത്. അവിടെ നിന്നാണ് നല്ല മനുഷ്യരുണ്ടായത്. അവിടെ നിന്നാണ് ധാർമ്മിക ബോധമുള്ള സദാചാര ചിന്തയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾ രൂപപ്പെട്ടു വന്നത്. അവിടെ നിന്നാണ് സമൂഹത്തിലേക്ക് ധർമ്മവും നീതിയും സത്യവും തത്വചിന്തകളും ധാർമ്മിക മൂല്യങ്ങളും പ്രസരിപ്പിക്കപ്പെട്ടത്. കുടുംബമെ പൊളിച്ചു കളയണമെന്നാണ്. കല്യാണം കഴിക്കുന്നത് മോശമാണെന്നാണ് പറയുന്നത്. പെൺകുട്ടികളോട് ഒരാള് പറഞ്ഞു, മൂത്ത കുട്ടിക്ക് കല്യാണം ശരിയായിട്ടില്ല, ഒരുപാട് നോക്കി ശരിയാകുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? പടച്ചോനെ അതുമല്ലല്ലോ പ്രശ്നം. എന്റെ താഴെ രണ്ടെണ്ണം ഇനിയും വളർന്നു വരികയാണല്ലോ, അപ്പൊ ഇത് കുറച്ചു മുമ്പ് നമ്മളിത് സഹോദരിമാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ചു കാലം മുമ്പ് ആരെ പറ്റിയാണെന്ന് പറഞ്ഞത്? പെൺകുട്ടികളെ പറ്റിയല്ലേ? എന്താ ഈ പറഞ്ഞത്? ആൺകുട്ടികളെ പറ്റിയാണ്. ആൺകുട്ടികളെ പറ്റി പണ്ട് കാലത്ത് പെൺകുട്ടികളെ പോലുള്ള രക്ഷിതാക്കൾ അവരനുഭവിച്ച ആദിയും വ്യാധിയും വേദനയുമാണ് നെഞ്ചുരുന്നത് ആൺകുട്ടികൾ. പെൺകുട്ടി കല്യാണത്തിനില്ല. ഇപ്പൊ ആളുകൾ പറഞ്ഞു ബീഹാർ പോയിട്ട് കല്യാണം കഴിച്ചോ, വേറെ എവിടെയെങ്കിലും എന്താണെന്നറിയോ? കല്യാണം വേണ്ട, കല്യാണമൊന്നും ശരിയല്ല, പെറ്റുകൂട്ടാനോ കരിയും ചളിയും പറലാണ്, ചട്ടിയും കലയുടെ എടുക്കാനോ മകവും പുത്രവും മാറാനോ അതിനൊന്നും നമ്മളെ കിട്ടൂല. എന്താ എന്നിട്ട് പഠിക്കണം, ജോലി സമ്പാദിക്കണം, സ്വന്തമായി ഏൺ ചെയ്യണം, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ നിന്നിട്ടോ പിന്നെ സ്വന്തം കാലിൽ നിൽക്കാം, പിന്നെ സ്വന്തം കാലം, അങ്ങനെ കാലിൽ നിന്നിട്ട് ഒറ്റക്കാലം കുഴപ്പിട്ട് അണ്ട വീടും. താങ്ങാൻ ഒരാളുണ്ടാവില്ല, താങ്ങാനൊന്നും തലോടാൻ ഒരാളുണ്ടാവില്ല. അങ്ങനെ കുഴഞ്ഞുവിടലുള്ള ചരിത്രവും ധാരാളമുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ എത്ര അനുഭവങ്ങളെന്നറിയും. ഞാനൊരു സുഹൃത്തിനെ കുറെ കാലം കണ്ടു കഴിഞ്ഞിട്ട് പരിചയപ്പെട്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന മോള്, ചെറിയ മോളാണ് ഞാൻ കാണുമ്പോൾ. അവസാനം ഇപ്പൊ മോളെന്തായിരുന്നു ചോദിച്ചു, പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോ കല്യാണോ? അപ്പൊ അയാളെ മുഖം പാടി, കല്യാണം വേണ്ട അവൾക്ക്. എന്താ കുഴപ്പം വരുന്നു? ഒരു കുഴപ്പമില്ല, അവൾ കല്യാണം വേണം, അവൾക്ക് ജോലി സമ്പാദിക്കണം സ്വന്തമായി. ഫ്രീഡം, ഇത് ഫ്രീഡം. ഇങ്ങനെ ആണ് ഒറ്റക്കായി ഫ്രീഡമായിട്ട്, പെണ്ണ് ഒറ്റക്കായിട്ടും. അപ്പൊ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിപരമായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഇടചേരാനും പരസ്പരം പുരുഷന് സ്ത്രീയിലേക്കും സ്ത്രീനും പുരുഷനിലേക്കും ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പറയുന്ന പടച്ചോനാ സൃഷ്ടിച്ചത്, ഇവര് പറയുന്നത് പ്രകൃതി. അല്ല, പ്രകൃതിയാണെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ പ്രകൃതി എങ്ങനെ പൂർത്തീകരിക്കപ്പെടും? അതിനുള്ള മറുപടി എന്താണെന്നറിയോ? അതിൽ നമ്മുടെ കുട്ടികൾ പറയുന്ന മറുപടി ചായ കുടിക്കാനാരും ചായക്കട തുടങ്ങാറില്ലല്ലോ എന്നാണ്.
മനസ്സിലായിരുന്നു? ചായ കുടിക്കണമെങ്കിൽ ചായക്കണം, ഇവിടുന്ന് ഇന്ന് ചായ ഇവിടുന്ന് കുടിക്കും, നാളെ ഇവിടുന്ന് ചായ കുടിക്കും, രാവിലെ ഇവിടുന്ന് ചായ മറ്റന്നാൾ അവിടുന്ന് ചായ, ഇങ്ങനെ ഇഷ്ടംപോലെ ചായ കുടിച്ച് നമുക്ക് നടക്കാൻ. അതിനെന്തിനാ നമ്മൾ ടീ ഷോപ്പ് തുറക്കണം? നമുക്ക് വേണ്ടയിടത്ത് വേണ്ട പോലെ ചായ കുടിക്കാം. ഇങ്ങനെ എവിടേക്കാണ് പോകുന്നതെന്ന്, ഇത് നമ്മിൽ നിന്ന് നമ്മൾ ഒഴിവാണോ, നമ്മുടെ കുട്ടികൾ ഒഴിവാണോ, നമ്മുടെ കുടുംബം ഒഴിവാണോ? അല്ല, വളരെ അപകടകരമായ ഒരു സാഹചര്യം. എവിടെയാണെന്നറിയോ? നമ്മളിവിടെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. ഇവിടെ അടിച്ചു പൊളിച്ചു തകർത്ത് തിമർത്ത് കുറേ വാക്കുകളുണ്ട്. ഇതൊക്കെ പഴയതായിരിക്കും, പുതിയ വാക്കുകൾ എനിക്ക് അറിയില്ല. കാരണം എന്താ അറിയോ? അനുദിനം പുതിയ പദാവലികളും പ്രയോഗങ്ങളും രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ ജീവിക്കണമെന്നാണ്, ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. യാതൊരു നിയമവും ബാധകമല്ല. അരുതെന്ന് പറയാൻ ആളുണ്ടാവാൻ പാടില്ല, പാടില്ലെന്നാരും പറയാൻ പാടില്ല. ഇങ്ങനെ ജീവിക്കണം. ഇങ്ങനെ ആരാണ് ഇവിടെ ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നവർ മൃഗങ്ങളാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അവൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അതാണ് സാഹചര്യം. കണ്ണുണ്ട് കാണൂല, മനസ്സുണ്ട് ചിന്തിക്കൂല, കാണുന്നത് പക്ഷെ കാണുന്നത് പോത്ത് കാണുന്നത് പോലെ കാണുന്നു, പട്ടിയും പശുവും എന്ത് കാണുന്നു അതുപോലെ കാണുന്നുള്ളൂ. ചിന്തിക്കുന്നുണ്ട്. പശുവിനുണ്ടല്ലോ ചിന്ത, പട്ടിക്കുണ്ടല്ലോ ചിന്ത, പൂച്ചക്കുണ്ടല്ലോ ചിന്ത. പട്ടിയും പൂച്ചയും പശുവും എന്ത് ചിന്തിക്കുന്നു? എന്താണ് മൃഗങ്ങളുടെ ചിന്ത? തിന്നണം, കുടിക്കണം, ഇണചേരണം, ഉറങ്ങണം. തിന്നണം, കുടിക്കണം, ഇണചേരണം, ഉറങ്ങണം, ആസ്വദിക്കണം, അനുഭവിക്കണം. ഇതിനപ്പുറത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ല. നമ്മളിവിടെ ജനിച്ചു ജീവിച്ചു മരിക്കുന്നു. വല്ലദീന കഫറു യതമത്തഊന വയർകുലൂന കമാ തഅകുലുൽ അൻആമു ഫന്നാറു മത്വൽ ലഹും. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കാലികളെ പോലെ തിന്നുന്നു, കാലികളെ പോലെ മൃഗങ്ങളെ പോലെ തിന്ന് കുടിച്ച് ആസ്വദിച്ച്, അല്ലേ? തിന്ന് കുടിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് അടിച്ചു പൊളിച്ച് അവസാനം എന്താ സംഭവിക്കാതെ ഖുർആൻ പറഞ്ഞു? ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബഊസീൻ. ഇത് ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കും. ഈ പരലോകം എന്ന് പറയുമ്പോൾ വലിയവർക്ക് വട്ട. എന്നോടൊരാളെ പറഞ്ഞു, ഞങ്ങളിപ്പോ പ്രസംഗം ഒന്നും കേൾക്കൂല, ഞങ്ങൾ ഇങ്ങനെ അഥവാ ഈ റീൽസ് ഇങ്ങനെ വരുന്നതിന്റെ ഇടയ്ക്ക് വല്ലതൊക്കെ വരികയാണ് ഞങ്ങൾ ഇങ്ങനെ കട്ടിക്കളയും എന്ന് വെച്ചാൽ വലിച്ചു കളയും. നമുക്ക് അങ്ങനെ പരിപാടിയുണ്ട് അല്ലേ? ഇങ്ങനെ വലിച്ചു കളയുന്നത്. ഞങ്ങൾ വലിച്ചു പ്രസംഗം കേൾക്കും. ഇതൊക്കെ ഈ മുയ്യാക്കന്മാര് വേറെ പറയാം. എന്ത്? ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബഊസീൻ. ഒരു പരലോകം വരാനുണ്ട്. ഇതൊക്കെ വെറുതെ പറയാം. മനുഷ്യനൊരു പ്രത്യേകതയില്ല. മനുഷ്യനൊരു ജന്തുവാ, മനുഷ്യനൊരു മൃഗം. ജന്തുക്കളുടേതായ ആവശ്യങ്ങളൊക്കെ തന്നെ മനുഷ്യനുള്ളൂ. നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചൊന്നുണ്ടാക്കുന്നതാണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ട് നമ്മളെ ഉത്തരം മുട്ടിക്കാൻ. അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പവിത്രമെന്ന് വിചാരിച്ച എല്ലാറ്റിനെയും കളങ്കപ്പെടുത്തി കളയാനും ചവിട്ടി വെടിക്കാനുമുള്ള പരുവത്തിൽ ഒരു തലമുറ രൂപപ്പെട്ടു വരികയാണ് പ്രിയമുള്ളവരെ. ഈ സാഹചര്യം വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ജീവിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയാം. ജാഹിലിയ്യത്ത് അറിയാതെ ഇസ്ലാം അറിയില്ലെന്ന് പറയും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്തെന്ന് അറിയാതെ നമ്മളെ വാതിലടച്ചിട്ട് ഇരുട്ടാക്കുന്നതുകൊണ്ടോ, അത് തല മണ്ണിൽ പൂത്തി ഇരുട്ടാക്കുന്ന ഒട്ടകപക്ഷിയുടെ നയം സ്വീകരിച്ചതുകൊണ്ടോ, നമ്മൾ വാതിലടച്ച് ലേറ്റടിച്ചത് കൊണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിശക്തമായി ഇറങ്ങിത്തിരിക്കേണ്ടുന്ന കാലമാണ്. മനുഷ്യൻ ആരെന്നും, മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്നും, മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നും മനുഷ്യനെ നമ്മൾ പഠിപ്പിക്കണം. എന്തിനാ മനുഷ്യൻ? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗമല്ല, വെറും ഒരു മൃഗമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ, ഈ ഭൂമിയിലെ 20 ലക്ഷത്തിലധികം വരുന്ന ജീവി വർഗങ്ങളിലെ ഒരൊറ്റ വർഗം. പക്ഷെ മനുഷ്യരെ പോലെ മറ്റ് ജീവികളൊന്നുമില്ല. എന്താ മനുഷ്യന്റെ പ്രത്യേകത? വിശേഷ ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള, ചിരിക്കുന്ന, കരയുന്ന, പടിപടിയായി ഉയർന്ന് വളർന്ന് മുന്നോട്ട് പോകുന്നല്ല. ഉയർന്ന് വളർന്നില്ലേ? പണ്ടുകാലത്ത് ജന്തുക്കളെ പോലെ ജീവിക്കും. പണ്ടുകാലത്ത് ജീവിച്ച ആന ഇന്നും അങ്ങനെ ജീവിക്കുന്നു, പുലി അങ്ങനെ ജീവിക്കുന്നു, ദിപ്പങ്കല അങ്ങനെ ജീവിക്കുന്നു. ഓരോ ജന്തുക്കളും അവർ പ്രകൃതിയിൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ മനുഷ്യൻ അനുദിനം പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതെന്നറിയോ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഇവർ പ്രകൃതി എന്ന് പറയുന്ന സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് അത് മനുഷ്യന്റെ തലച്ചോറ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹൽ കുത്തബ്മിനാറൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യനാണ്, മനുഷ്യന്റെ തലച്ചോറ്.
ഓരോ മനുഷ്യന്റെയും തലച്ചോറ് ഇന്ന് 750 കോടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ 200 കോടി, വരാനിരിക്കുന്ന തലമുറയിൽ 800 കോടി. ഓരോ മനുഷ്യൻ ആ തലച്ചോറ് ആര് നൽകിയത്, അതിന്റെ കഴിവുകൾ ആര് നൽകിയത്, സിദ്ധി ആര് നൽകിയത്, അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജന്തുവിനില്ല, ഇത് പശുവിനും പന്നിക്കും പോത്തിനും പൂച്ചക്കും തിമിംഗലത്തിനും ആനക്കും ഒരു ജീവിക്കില്ല, അല്ലേ? രേഖപ്പെടുത്തി വെക്കാൻ പേന കൊണ്ടുള്ള അഭ്യാസം പഠിപ്പിച്ചവൻ, അറിവ് നേടാനും അത് സൂക്ഷിച്ചു വെക്കാനും അടുത്ത തലമുറക്ക് കൈമാറാനും ആ തലമുറക്ക് അതിൽ നിന്ന് പിന്നെയും പുരോഗതിപ്പെടാനും അങ്ങനെ കഴിവുകളുടെ ഒരു വലിയ ലോക മനുഷ്യന്റെ വികാസത്തിന് വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത തമ്പുരാൻ. ഇത് മനുഷ്യനെ കുറിച്ച് മാത്രം പറഞ്ഞതാ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നിട്ടോ ആ മനുഷ്യനോട് കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഭൂമിയിലെ ജന്തു ജീവജാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജന്തുവാണ് മനുഷ്യൻ. ജന്തു എന്നാണ് നമ്മൾ പറയാ, അല്ലെ? കാരണം മനുഷ്യനെ ജന്തു എന്നാ പറയാ. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല മനുഷ്യൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. മനുഷ്യനാര്? അത് പശുവിനെ കുറിച്ചും പൂച്ചയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ് ഭൂമിയിൽ. മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹുവിന്റെ അബ്ദാണ്, ദാസനാണ്, അടിമയാണ്. ഇത് ജന്തുക്കളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാ ഈ സവിശേഷത മനുഷ്യനുണ്ടെന്നും ഈ പറഞ്ഞ ഈ അധാർമികതയുടെ, ഈ പറഞ്ഞ അസത്യങ്ങളുടെ, ഈ പറഞ്ഞ വൃത്തികേടുകളുടെ കുത്തൊഴുക്കിനിടയിൽ അതിന് പ്രതിരോധിച്ചു നിന്നുകൊണ്ട് മനുഷ്യൻ ആരെന്നും മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്നും അർത്ഥമെന്തെന്നും മനുഷ്യനെ ഈ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ. هل تعالى الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من أمشاج نبتليه من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا. ഇതാ മനുഷ്യന്റെ ജീവിതം. മനുഷ്യൻ ആരാണെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ഘട്ടം മനുഷ്യനുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ ആരാ? മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ എവിടെ? ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനെവിടെ? ഈ മനുഷ്യ സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യരെവിടെ? ഇല്ലായ്മയിൽ നിന്ന്, പരമമായ ശൂന്യതയിൽ നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഓർമ്മ നിങ്ങൾക്കുണ്ടോ? അവൻ എന്തായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. വളരെ നിസ്സാരമായ ഒരു ബീജത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. വളരെ നിസ്സാരം. ഒരിക്കൽ പുരുഷൻ വിസർജിക്കുന്ന അവന്റെ ഇന്ദ്രിയത്തിൽ ലക്ഷക്കണക്കിന് ബീജം ഉണ്ടാവുന്നവന് അതിൽ ഒരു ബീജം അല്ലെങ്കിൽ 2, പരമാവധി 3, ചിലപ്പോഴൊക്കെ പത്രക്കാർക്കും ടിവിക്കാർക്കും ആഘോഷിക്കാൻ വേണ്ടി 6, ഇതിനപ്പുറത്ത് 12, 14 ഇല്ല. ഒരെണ്ണത്തിന് അല്ലാഹു അതിനിസ്സാരമായ ബീജത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നൽകി. കണ്ണും കാതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. കാഴ്ചയും കേൾവിയും തന്നു. ജീവിതം ഇങ്ങനെ തന്നു. എന്തിനാണെന്നറിയാം? ആ ജീവിതത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ജീവിതം ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ജീവിതം പരാജയപ്പെട്ടാൽ നിത്യമായി വരാനിരിക്കുന്ന ജീവിതം പരാജയപ്പെട്ടു. ഇത് കളിയല്ല, ചിരിയല്ല, തമാശയല്ല. ഇത് കന്നുകാലികളെ പോലെ ജീവിച്ച് സുഖിച്ച് പതിച്ച് തീർത്തു പോകാനുള്ളതല്ല. ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കണം. കാരണം എന്താണെന്നറിയില്ലേ? ഈ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല ബോധപൂർവ്വം അവന്റെ ഖലീഫയായി, അവന്റെ പ്രതിനിധിയായി, അവന്റെ ദാസനായി കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാ. ആ ലക്ഷ്യം അവൻ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ, ആ ലക്ഷ്യം അവൻ നേടിയിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. എന്നും മനുഷ്യ സമൂഹത്തെ, നമ്മുടെ തലമുറയെ, പുതിയ കാലത്തെ ഈ പറഞ്ഞ അനീതിയുടെ അല്ലെങ്കിൽ അസത്യത്തിന്റെ കുത്തൊഴുക്കിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം. അതിന് വിശുദ്ധ ഖുർആൻ നമുക്ക് കരുത്തായിരിക്കണം. ഖുർആനിന്റെ നീതി, ഖുർആനിലൂടെ മാത്രമേ സത്യം സ്ഥാപിതമാകുന്നു. ഖുർആൻ കാണിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിലൂടെ മാത്രമേ സമാധാനമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കൂ എന്ന് നമ്മളവരെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ വാർത്ത വായിച്ച് കെട്ടും.
ഉമ്മാനെ മകൻ കൊന്നു അല്ലേ? വായിച്ചു കെട്ടിയില്ലേ? ഒരാൾ ഒരുത്തനെ കൊന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാളെ കൊന്നു, മൂന്നാളെ കൊന്നു. മനുഷ്യനെ ഇന്ത്യയായിട്ട് കൊല്ലും. കുറ്റകൃത്യങ്ങൾ വായിച്ചിട്ട് പത്രങ്ങൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി എന്നറിയില്ലേ? മനുഷ്യരും മൃഗവും തമ്മിൽ വ്യത്യാസമില്ലെന്നും തോന്നിയതുപോലെ ജീവിക്കാൻ മനുഷ്യന് അവകാശമുണ്ടെന്നും അരുതെന്നും പാടില്ലെന്നും മനുഷ്യന്റെ നിഘണ്ടുവിലില്ലെന്നും മനുഷ്യനെ പഠിപ്പിച്ച നവ ലിബറൽ ചിന്താഗതിയുടെ വക്താക്കളാണ് ഇന്ന് സമൂഹത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന സകലമായ കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വൃത്തികേടുകളുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മുഴുവൻ വൃത്തികേടുകളുടെയും ഉത്തരവാദിത്വം അവരേറ്റെടുക്കണമെന്നാണ്. നിങ്ങൾക്ക് സാധിക്കോ? എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള മാർഗം? എന്താണ് മനുഷ്യരെന്നാക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ള മാർഗം? ഈ കുറ്റകൃത്യങ്ങൾ മിനിമം, ഞാൻ അവസാനിപ്പിക്കാൻ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയാനെങ്കിലും നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താ? ക്രമസമാധാനം, നിയമ സംവിധാനം ശക്തിപ്പെടണം. വളരെ ശരിയാണ്. പക്ഷെ എത്രത്തോളം ശക്തിപ്പെടുത്തും? 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ 3.5 കോടി പോലീസുകാർ വേണം. ഒരാളുടെ പിന്നിൽ ഒരു പോലീസുകാരൻ നിൽക്കണം, പിന്നിൽ ഇങ്ങനെ നടക്കണം. കണ്ടില്ലേ? ചില ആളുകളെ പ്രത്യേക കള്ളന്മാരെ കൊണ്ട് നടക്കും. ഒരാളുടെ പിന്നിൽ ഒരു പോലീസുകാരനിൽ നിന്ന് നടക്കണം. ഇവൻ എന്ത് ചെയ്യുന്നു നോക്കണം. സാധിക്കുന്നില്ല. അതാണ് നിയമസഭ. അതിനപ്പുറത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നും അരുത്, പാടില്ല, ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ആ ഒരു ബോധം മനുഷ്യന്റെ ഉള്ളിൽ അങ്കുരിപ്പിക്കാൻ, ആ ബോധം ശക്തിപ്പെടുത്താൻ എന്ന് മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മാനവിക സമൂഹത്തിന് സാധിക്കുന്നോ അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രമസമാധാനം കൊണ്ട് കാര്യമുള്ളൂ. കുറച്ചത് വേണം. ولقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. വിശുദ്ധ ഖുർആനിൽ പഠിച്ചിട്ടില്ലേ? ولقد أرسلنا رسلنا بالبينات. നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഞാൻ പറഞ്ഞു. വ്യക്തമായ ദൃഷ്ടാന്തം അവർ പ്രവാചകന്മാരാണെന്നതിന്റെ തെളിവുകളുമായിട്ട് മനുഷ്യ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന തെളിവുകളുമായിട്ട് അവർ വന്നത്. അവരുടെ കൂടെ കിതാബ് ഉണ്ടായിരുന്നു, മീസാൻ ഉണ്ടായിരുന്നു. സത്യാസത്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ നീതിയുടെ പ്രതീകമായ, ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമായ സമൂഹത്തിൽ ധർമ്മവും നീതിയും സ്ഥാപിക്കാൻ ആവശ്യമായ അടിസ്ഥാനവും മാനദണ്ഡവും അതിനാവശ്യമായ ധാർമ്മിക നിയമങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് പ്രവാചകന്മാർ വന്നു. നാട്ടിൽ നീതി നടക്കണം, മനുഷ്യന് നീതിയും സമാധാനവും സത്യവും എന്താ പറയാ പുലരണം, ക്രമസമാധാനം ഉണ്ടാകണം, സമാധാനത്തോടെ കിടന്നുറങ്ങാനും വഴി നടക്കാനും സാധിക്കണം. മുതൽ ഹദറമൗത്ത് വരെ ഒരു മനുഷ്യന് തന്റെ ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കുന്നുവല്ലാതെ മറ്റൊന്നും ഭയപ്പെടാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കാലം ജനങ്ങൾ നീതിയിൽ ജീവിക്കാം. അതിനാണ് കിതാബ്, അതിനാണ് മീസാൻ, അതാണ് ധർമ്മം, അതാണ് മൂല്യം, അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച കൊണ്ടുവന്ന ബയ്യന, അതാണ് പ്രവാചകന്മാരുടെ അധ്യാപനം. അതൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? നിയമശക്തമായ മതി, ഇരുമ്പ്. പക്ഷെ ഇരുമ്പ് കൊണ്ട് മാത്രം പറ്റൂല. അപ്പോ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ അധ്യാപനങ്ങൾ ഉള്ളിനുള്ളിൽ അങ്കുരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും അരുതെന്ന് ഉള്ളിൽ നിന്ന് പിടിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കണം തോന്നുമ്പോ പറയാൻ പാടില്ല. വ്യഭിചരിക്കണം എന്ന് തോന്നുമ്പോ, മോഷ്ടിക്കണം, അന്യന്റെ സമ്പത്ത് തട്ടിയെടുക്കണം തോന്നുമ്പോ ആരും കാണുന്നില്ല, പോലീസുകാരനില്ല, ബാക്കിൽ നോക്കാനാണില്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല. അവിടെ തെറ്റ് ചെയ്യാനും അരുതാത്തത് ചെയ്യാനും മനുഷ്യന് തോന്നും. പക്ഷെ അരുത്. അള്ളാഹു കാണും. ഉമർ കാണുന്നില്ലെങ്കിൽ അള്ളാഹു കാണും. ഉമർ കാണുന്നില്ലെങ്കിൽ അള്ളാഹു കാണൂലേ ഉമ്മ എന്ന് ചോദിച്ച ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആ പെൺകുട്ടിയില്ലേ, സ്വന്തം മകനെ വിട്ടിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോണ്ട് റളിയല്ലാഹുവിന്റെ കാലമില്ലേ? ആ പെൺകുട്ടി വീടിന്റെ അകത്തകത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞപ്പോ ഉമറിന്റെ ഭരണമാണെന്ന് അറിയില്ലെന്ന് ചോദിച്ചു. ഉമർ കാണുന്നില്ലല്ലോ, നിയമം നമ്മളെ ഇപ്പൊ പിടികൂടില്ലല്ലോ, അറിയില്ലല്ലോ. ഉമർ കാണില്ലെങ്കിൽ അള്ളാഹു കാണൂലേ എന്ന് ചോദിച്ചു. അതാണ് പ്രിയമുള്ളവരെ, അതാണ് ബോധം, അതാണ് ധർമ്മബോധം ഉള്ളിന്റെ ഉള്ളിലുണ്ടാകണം. അത് കൊണ്ടാണ്. എന്നിട്ട് ഇവരെ കൂടി ഈ സമൂഹത്തെ നിങ്ങൾ എന്താക്കി തീർക്കാൻ പോകുന്ന ഈ സമൂഹത്തെ അടുത്തൊരു തലമുറയ്ക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? മര്യാദക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു കാലം, കുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റുന്ന ഒരു കാലം, കുട്ടികൾക്ക് കോളേജിലും സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കാലം, മനുഷ്യർ സ്വസ്ഥമായി തെരുവിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം ഇല്ലാതായി തീരുക എന്നതാണ് അവസ്ഥ. ഇതുകൊണ്ട് അറിയിച്ചു നേരത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ച ധാർമ്മികാധ്യാപനങ്ങളും ഉണ്ടല്ലോ. ആ
അതുണ്ടെങ്കിൽ അത് വെച്ച് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ജീവിച്ചാൽ ഇരുമ്പിന്റെ ഉപയോഗം കുറച്ച് മതിയാകും. നിയമം വളരെ കുറച്ച് മതിയാകും. നിയമം കുറച്ച് വരും. കാരണം ഉമ്മാക്ക് നിയമം ദേശീയില്ല, ധാർമ്മികമോ ദേശീയില്ല. ഉമ്മറിനെയാണ് പേടിച്ചത്. ഉമറിനെ പേടിക്കുന്ന കുറച്ച് ഉമ്മമാരും കുറച്ച് ആളുകൾ ഉണ്ടാവും. പക്ഷെ കൂടുതൽ പേരും ഉമർ കാണുന്നില്ലെങ്കിൽ പടച്ചവൻ കാണുമെന്ന് പറയുന്നു. പടച്ചവനെ പേടിച്ചിട്ട് കള്ളു കുടിക്കാത്ത ആളാണ് ഞാൻ. പടച്ചവനെ പേടിച്ചിട്ട് കള്ളു കുടിക്കാത്ത ഞാനൊരു 15 കൊല്ലം ഗൾഫിൽ ശീലിച്ച ആളാണ്. ഒരുപാട് തവണ ഞാൻ യാത്ര ചെയ്തു. ഇടത്തും ബലത്തിൽ നിന്ന ആളുകൾ കള്ളു കുടിക്കും. എന്താ എനിക്കും തരൂല കള്ള്. അതിന്റെ രുചി ഒന്ന് തൊട്ട് നോക്കും. ഞാൻ മദ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ? പടച്ചവനെ പേടിച്ചില്ല. എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന കോയക്ക കുടിച്ച് സെക്യൂരിറ്റി അത് തൊട്ട് നോക്കാൻ പറ്റുമോ? എന്തിനാ കോയക്കങ്ങൾ തൊട്ട് നോക്കണം? അല്ല, അത് പുളിപ്പാണോ കയ്പാണോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ആ കുളിപ്പും കളിപ്പും നമുക്ക് ഇപ്പൊ അറിയേണ്ട കോയക്ക ഉപരി പേടിച്ചു. ഞാൻ തമാശ ചോദിച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ട് മദ്യപിക്കാത്ത ജനകോടികൾ ഇന്ന് ലോകത്തുണ്ട്? ഉണ്ടെങ്കിൽ ഇതായിരുന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു. പേടിച്ചുകൂടി കള്ളും ചൂതാട്ടവും വൃത്തികേടുകളും പൈശാചികമാണ്. ഉപേക്ഷിക്കുക. അന്ന് വലിച്ചെറിഞ്ഞത് അന്ന അടിച്ചു കൊടുത്തത് ആ കുടം. ഇന്ന് ജനകോടികൾ കള്ളു കുടിക്കുന്നില്ല. പലിശ വൃത്തൽ കിട്ടുക. എന്റെ പലിശ വേണ്ട. എന്താണെന്ന് അറിയോ? അല്ലത് യഅ്കുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്ന പിശാച് ബാധയേറ്റവനെ പോലെ ഭ്രാന്താവും. യംഹഖുല്ലാഹു റിബ ഫഅദു ബിഹബ്ബിൻ മിനല്ലാഹി വറസൂൽ. അല്ലാഹുവിനോട് അവരുടെ പ്രവാചകനോട് യുദ്ധത്തിന് ഒരുങ്ങിക്കോ. പലിശ പരിപാടികൾ നടക്കുന്നവൻ അന്ന് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് മനുഷ്യർ പലിശ വേണ്ട. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് സക്കാത്ത് കൃത്യമായി അങ്ങോട്ട് കൊടുക്കാം. അല്ലെ? വ്യഭിചരിക്കാത്ത ഒരന്യ പെണ്ണിനെ ഇതുവരെ തെറ്റായ ഒരു വികാരം വെച്ച് സ്പർശിക്കാത്ത കോടികൾ, ഒരന്യ പുരുഷനെ തെറ്റായ ഒരു വികാരം വെച്ച് സ്പർശിക്കാത്ത ജനകോടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അരുത്, പാടില്ല എന്ന ഉള്ളിൽ നിന്നുള്ള വലിയ പിടുത്തമാണ്. ആ പിടുത്തം എന്താണെന്ന് അറിയാം? അതാണ് കിതാബ്, അതാണ് മീസാൻ, അതാണ് ബയ്യിന, അതാണ് ധർമ്മബോധം എന്ന് പറയുന്നത്. അവർ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. ഈ ജീവിതം ഒരു പരീക്ഷണം. ഇതൊക്കെയും റബ്ബിന്റെ മുമ്പിൽ നാം വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് കരുതൽ വേണം, കാവൽ വേണം എന്ന ബോധം മനുഷ്യന്റെ ഉള്ളിലുണ്ടാകും. ഈ ബോധത്തെ ഇല്ലായ്മ ചെയ്ത മനുഷ്യനെ വെറും മൃഗമാക്കിയിട്ട് മൃഗത്തെക്കാൾ അതൊക്കെ മൃഗങ്ങളിങ്ങനെ സ്വവർഗരീതി കൊണ്ട് നടക്കുന്നതൊന്നും പല വൃത്തികേടുകൾ കാണിക്കുന്ന പോലെ മൃഗങ്ങളെക്കാളും മതപ്പതിച്ച രൂപത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വൃത്തികെട്ടവർ നിറഞ്ഞാടുന്ന ലോകമാണ്. വിശുദ്ധ ഖുർആൻ കയ്യിലെത്തി പൊരുതുക. ഈ ഖുർആനിന്റെ ധർമ്മ സംഹിത കൊണ്ട് അവർക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.